നിർണായകമായ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ഇപ്പം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും മുരാരി ബാബുവിനെ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി പ്രജിത്ത് അവിടെ നിന്നും ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ സ്വർണ്ണ കവർച്ച കേസിലെ കിങ് പിന്നാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴി തെളിച്ച ഒരു പ്രമുഖ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴി തെളിച്ച ഒരാളാണ് ഈ മുരാരി ബാബു. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ പറയുന്ന മുരാരി ബാബു. ഈ രണ്ടാം പ്രതിയാണെങ്കിലും ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന ആദ്യത്തെ ഉദ്യോഗസ്ഥൻ. ദേവസ്വം ബോർഡിന് ഈ കേസിൽ അറസ്റ്റിലാവുന്ന ഏറ്റവും നിർണായകമായ അറസ്റ്റാണ് മുരാരി ബാബുവിന്റെ അറസ്റ്റിലൂടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കാണുന്നത് മുരാരി ബാബുവുമായി അന്വേഷണ സംഘം പോകുന്ന കാഴ്ചയാണ്. ആദ്യം മുരാരി ബാബുവിനെ വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനുശേഷമായിരിക്കും പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുക. ഇപ്പോൾ തന്നെ സമയമേറെ വൈകിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ കോടതിയിൽ ഹാജരാക്കുന്നതിന് പകരം മജിസ്ട്രേറ്റിന്റെ വീട്ടിലായിരിക്കും മുരാരി ബാബുവിനെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ അനുമാനിക്കുന്നതിലും. അല്പസമയത്തിനുള്ളിൽ വൈദ്യപരിശോധനയ്ക്കായി മുരാരി ബാബുവിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിക്കുമെന്നുള്ളതാണ്. കാരണം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ള അറസ്റ്റുകളൊന്നാണ് മുരാരി ബാബുവിന്റെ എന്നുള്ളത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് 2019 ഈ സ്വർണ്ണപ്പാളികൾ മാറ്റി അത് ചെമ്പാണെന്നുള്ള ഒരു വ്യാജരേഖ നിർമ്മാണം തുടങ്ങിയത്, അല്ലെങ്കിൽ ഔദ്യോഗിക രേഖകളിൽ ചെമ്പെന്ന് രേഖപ്പെടുത്തി തുടങ്ങുന്നത് മുരാരി ബാബുവാണ്. അപ്പോൾ ഗൂഢാലോചനയുടെ തുടക്കം മുതൽ 2025 വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പാളികൾ കൊടുത്തുവിടണം എന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ മുന്നോട്ട് വെച്ച ഉദ്യോഗസ്ഥനുമാണ് ഈ പറയുന്ന മുരാരി ബാബു. അങ്ങനെ ഗൂഢാലോചനയുടെ തുടക്കം മുതൽ തന്നെ 2019 മുതൽ തന്നെ 2025 വരെ ഈ പറയുന്ന എല്ലാ തട്ടിപ്പിന്റെയും ഒരു വശത്ത് മുരാരി ബാബു ഉണ്ടായിരുന്നു. പ്രജിത്ത്, ഇനി ഏതായാലും ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ ചില നിർണായക വിവരങ്ങൾ പുറത്താകുമല്ലേ? ഇപ്പോൾ മുരാരി ബാബുവിനെ വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി പ്രജിത്ത് മോഹനൻ അവിടെ നിന്നും ചേരുന്നുണ്ട്. പ്രജിത്ത്, കേൾക്കാമെങ്കിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും ചോദ്യം ചെയ്യലിനായിരിക്കുമോ മുരാരി ബാബുവിനെ കൊണ്ടുപോകുക? ഇന്ന് കോടതിയിൽ ഹാജരാക്കി അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങുകയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ആദ്യ സാങ്കേതികമായിട്ടുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘവുമായി ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെയല്ല, ജനറൽ ആശുപത്രിയിലേക്കല്ല മുരാരി ബാബുവിനെ കൊണ്ടുപോകുന്നത്. ഒരു പക്ഷേ നേരിട്ട് പത്തനംതിട്ടയിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. പിന്നീട് ഈ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒരു ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്താനുള്ള സാധ്യതയും ഈ ഘട്ടത്തിലുണ്ട്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായി ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. കാരണം സാധാരണഗതിയിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചായിരുന്നു അന്ന് വൈദ്യപരിശോധന അടക്കം നടത്തിയത്. അതിൽ നിന്നൊരു വ്യത്യാസം ഈ മുരാരി ബാബുവിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കാണേണ്ടത്.